അപ്പോൾ ഇതാണ് പ്രശ്നം. ഇവൻ അയച്ച ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇവൻ എന്നതായി അയച്ചേക്കുന്നേ. ഇതിനേതാണ്ടൊരു കുഴപ്പമുണ്ട്. ഡാ, നീ എന്നതായി അയച്ചേ? നീ ഇപ്പൊ എവിടെയാ? ആ അവിടെ നിൽക്കി, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ ഓക്കെ. സത്യം പറഞ്ഞു, ഇതെവിടുന്നാ കിട്ടിയേ? കുറെ നേരമായി ചെയ്തോണ്ടിരിക്കുന്നു. എടാ നീ മാത്രമല്ല, എടാ ഞാനും ലൂപ്പിലാടാ. അതേടാ സത്യം പറഞ്ഞു, ഇതെവിടുന്നാ കിട്ടിയേ? എടി എനിക്കിതൊരു അൺനോൺ നമ്പറിൽ നിന്ന് വന്നതാ. ഒരു പ്രാങ്ക് വീഡിയോ എന്ന് വെച്ച് ഞാൻ ക്ലിക്ക് ചെയ്തതാ. ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു മെസ്സേജ് വന്നു. അപ്പം തൊട്ട് ഞാനും ലൂപ്പിലാ. എടാ നിനക്കും ആ മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും, നീ ചിലപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എടാ നീയോ പെട്ട്, നീനതിനെ എനിക്കയച്ചേ? എടാ ആ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമല്ലോ വിചാരിച്ചാൽ നിനക്ക് അയച്ചേ. വേറൊരാൾക്ക് അയച്ചു കൊടുത്താൽ പുറത്തിറങ്ങാമെന്ന് നിന്നോടാരാ പറഞ്ഞേ? എടാ സാധാരണ സിനിമയ്ക്കകത്തൊക്കെ അങ്ങനെയല്ലേ? നീ എനിക്ക് മാത്രമേ അയച്ചോളൂ, വേറെ ആർക്കെങ്കിലും അയച്ചു? കൂട്ടുകാരുടെ ഗ്രൂപ്പിലും പിന്നെ കുറച്ച് സാറുമാർക്കേ അയച്ചിട്ടുള്ളൂ. എടാ അതൊക്കെ ശരിയാ, നീ നമ്മളങ്ങനെ പുറത്തിറങ്ങും? എടാ ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ലിങ്ക് നിനക്ക് അയച്ചത്, പക്ഷെ കടന്നില്ല. എടാ നമ്മൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യാതിരുന്ന കുഴപ്പമുണ്ടോ? ക്ലിക്ക് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ലടാ. എടാ ഈ ലിങ്ക് ആരെങ്കിലും ഒരാൾ ക്ലിക്ക് ചെയ്താൽ നമ്മളെല്ലാവരും ലൂപ്പിലാവും. അപ്പം നമ്മൾ മാത്രമല്ല, ഒത്തിരി പേര് ഇതിൽ പെട്ടിട്ടുണ്ട്.
ഇതിൽ ആര് ക്ലിക്ക് ചെയ്താലും ലൂപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ കാര്യം നമ്മൾ ചിലപ്പോ പല തവണ ഇതിന് മുന്നേ പറഞ്ഞാണ്. സംശയമുണ്ടോ? നമ്മളിത് പലതവണ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെ പുറത്തിറങ്ങും? ഇത് വെറും ഒരു ലിങ്ക് അല്ല, ഇതൊരു ഡോറാ. സിമുലേഷനിലേക്ക് കടക്കാനുള്ള ഡോറ്. സിമുലേഷനോ? നമ്മൾ ജീവിക്കുന്ന കാലം, ആളുകൾ, മുറികൾ, അതെല്ലാം അവർക്ക് റിപ്ലിക്കബിൾ ആണ്. ഈ ലിങ്ക് ആരാ ഉണ്ടാക്കിയെന്ന് അറിയത്തില്ല, എവിടുന്നാ വന്നതെന്ന് അറിയത്തില്ല. പക്ഷെ ഈ ലിങ്ക് ഉണ്ടാക്കിയവർ സാധാരണ ഒരാൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മറ്റൊരാൾ പുറത്ത് പോകേണ്ടതാണ്. പക്ഷെ ഇതങ്ങനെയല്ല, ഇതെല്ലാവരും ലൂപ്പിനകത്താണ്. ഒരിക്കൽ കുടുങ്ങിയ പിന്നെ പുറത്തിറങ്ങാൻ പാടാം. അല്ല, നിനക്കിതെങ്ങനെ മനസ്സിലായി? ഞാനത് വെച്ച് മനസ്സിലാക്കിയതാണ്. എനിക്കെന്തായാലും ഇതിൽ നിന്ന് പുറത്തിറങ്ങും. നമ്മൾ കുടുങ്ങി, ശരിക്കും കുടുങ്ങി. ഇത് ഉണ്ടാക്കിയവൻ വിചാരിക്കാതെ ഇതിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റിയല്ല. അതിന് ഇതാരാ ഉണ്ടാക്കിയേ? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സത്യം പറയും, ലിങ്ക് എവിടെ കിട്ടി? ലിങ്കോ? ഏത് ലിങ്ക്? നീ എനിക്ക് അയച്ചു തന്ന ലിങ്ക് ഇല്ലേ അത്? നമ്മുടെ പുതിയ വീഡിയോയുടെ ലിങ്കാ. നമ്മുടെ പുതിയ ഷോർട്ട് ഫിലിം ഇല്ലേ, റീവൈൻഡ്, അതിന്റെ ലിങ്കാ. ഇത് വെറും ഒരു ലിങ്ക് അല്ല, ഇതൊരു ഡോറാ. സിമുലേഷനിലേക്ക് കടക്കാനുള്ള ഡോറ്. ഈ ലിങ്ക് ആരാ ഉണ്ടാക്കിയെന്നറിയാം, എവിടുന്നാ വന്നേന്നറിയാം. ലിങ്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ലിങ്കിന് നീ വീഡിയോ ഉണ്ടായി ആദ്യം അത് പോയി കാണേ. ക്ലിക്ക് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. ഈ ലിങ്ക് ആരെങ്കിലും ഒരാൾ ക്ലിക്ക് ചെയ്താൽ നമ്മളെല്ലാവരും. ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ലിങ്ക് നിനക്ക് അയച്ചത്. പക്ഷെ കടന്നില്ല. നീ ആദ്യം വീഡിയോ കണ്ടിട്ടെ ആ ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പിന്നെ എല്ലാരും കാണിയേ. നീ വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക. നിനക്ക് എന്തായാലും കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഇത് നാലാക്കാതെ സമയമായി, വാ ക്രിക്കറ്റ് കളിക്കാൻ പോകും. എഴുന്നേക്കടാ, നീ സ്വപ്നം കാണോ? അലാറം, ലിങ്ക്, ലൂപ്പ്, സ്വപ്നം. ലൂപ്പോ? നീനടി പറയുന്നേ? സ്വപ്നം ആയിരുന്നല്ലേ? സ്വപ്നം, പക്ഷെ ഭയങ്കര വിവിടായിരുന്നു. ലിങ്ക് ക്ലിക്ക് ചെയ്താൽ അപ്പ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യും. ലിങ്കോ? ഏത് ലിങ്ക്? നീ ഇത് കണ്ടോ? ഞാനിത് പ്ലാൻ ചെയ്ത് കണ്ട സ്വപ്ന. ലൂസിഡ് ഡ്രീമിൽ ടൈം ലൂപ്പ് എക്സ്പെരിമെന്റ്. സ്വപ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാണുന്ന സ്വപ്നം. ലൂസിഡ് ഡ്രീമിനെ കുറിച്ച് വായിച്ചും വീഡിയോ കണ്ടും മനസ്സിലാക്കിയത് വെച്ച് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എന്നായാലും സംഭവം വർക്കായി. ഇത് വെച്ച് നമുക്ക് ഷോർട്ട് ഫിലിം ചെയ്യാം. ഇതൊക്കെ ചെയ്ത് ആരെങ്കിലും വിശ്വസിക്കുമോ? ഷോർട്ട് ഫിലിം അല്ലേ, ആരും ലോജിക്ക് ഒന്നും നോക്കാൻ പോകുന്നില്ല. സിനിമയ്ക്കകത്തൊക്കെ കാണുന്നതല്ലേ. പക്ഷെ നീ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഏതാണ്ട് ടൈം ട്രാവലും അതിനെ കുറിച്ച് ഏതാണ്ടല്ലേ? അത് നീ മറന്നുപോയോ? അത് മറന്നിട്ടൊന്നുമില്ല. പക്ഷെ ഈ ഐഡിയ ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്.
ഇത് ഞാൻ വെയിറ്റ് ചെയ്ത് കണ്ട സ്വപ്നമായിരുന്നു. കൃത്യസമയത്ത് കൃത്യമായിട്ട് സ്വപ്നം കണ്ടു. അവിടെ ഇത് വല്ല നമുക്ക് 0 ബഡ്ജറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? അതിനിത് സൈഫൈ ഒന്നും അല്ലല്ലോ, നമുക്കിത് ചെറിയ സെറ്റപ്പിൽ ഷൂട്ട് ചെയ്യാം. എടാ നമുക്ക് ടൈം ലൂപ്പും ലൂസിഡ് ഡ്രീമും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു സാധനം ഇറക്കാം. ഷൂട്ടൊക്കെ കഴിയുമ്പോഴത്തേക്കിനെ എനിക്കൂടെ ഇതൊക്കെ പറഞ്ഞു തരണം, ഞാനൊന്ന് കണ്ടു നോക്കട്ടെടാ. ഇത് ആർക്ക് വേണേലും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അടി എന്നതായാലും നമുക്ക് പെട്ടെന്ന് പണി തുടങ്ങാം. എല്ലാമാരെയും വിളിക്ക്, നമുക്ക് തുടങ്ങാം. ചേട്ടായി നമ്മുടെ പുതിയ ഷോർട്ട് ഫിലിം ഇട്ടിട്ടുണ്ട് കേട്ടോ. എടാ ലിങ്ക് ക്ലിക്ക് ചെയ്യല്.